സുഗന്ധവാഹിനി അമ്മേ നിൻ സുതനെ വാഴ്ത്തുന്നു. സ്നേഹമുള്ള സഹോദരങ്ങളെ, പ്രഭാതവന്ദനം. ഇന്നത്തെ സുവിശേഷം അവിശ്വസ്തനായ കാര്യസ്ഥൻ. വിശ്വസ്തനായ കാര്യസ്ഥൻ എന്നാണ് വേണ്ടതല്ലേ? എന്നാൽ എന്താണ് അവിശ്വസ്തനായ കാര്യസ്ഥൻ? സ്വയം തിരിഞ്ഞു നോക്കുകയാണ്. നമുക്ക് ഒരു മധ്യസ്ഥ പ്രാർത്ഥന ചുറ്റും നിന്ന് വാങ്ങുന്ന ഒരു മനോഹരമായ ഒരു സംഭവമാണിതിൽ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഈ അവിശ്വസ്തനായ കാര്യസ്ഥൻ കുറേ ആൾക്കാരെയൊക്കെ അടുപ്പിക്കുകയാണ് ദൈവത്തിലേക്ക്. അവരുടെ കുറേ കടങ്ങൾ ഇളച്ചു കൊടുക്കുകയാണ്. നമുക്കും അനേകരുടെ കടങ്ങൾ ഇളച്ചു കൊടുക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കാം, അനേകർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അങ്ങനെ അനേകരെ നിത്യതയിലേക്ക് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കാം. കരുണയുടെ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാം. അങ്ങനെ അനേക ആത്മാക്കൾ നമ്മോടൊപ്പം അവിടെ നമുക്ക് വേണ്ടി മാധ്യസ്ഥം പ്രാർത്ഥിക്കുവാൻ സ്വർഗപ്രവേശനം കൊടുക്കാം. അതിനായി പ്രാർത്ഥിക്കാം. അനേകർക്ക് വേണ്ടി, ശുദ്ധീകരണാത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് അനേകരെ ദൈവസന്നിധിയിൽ എത്തിച്ചാൽ തീർച്ചയായിട്ടും അവർ നമ്മെയും നിത്യകൂടാരത്തിൽ എത്തിക്കും. അതിനായി പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മയെ സഹായിക്കണേ. വിശുദ്ധ ഔസപിതാവേ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ. പരിശുദ്ധാത്മാവേ എഴുന്നള്ളി വരണേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ആമേൻ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും സഹവാസവും സ്നേഹവും ശക്തിയും കൃപയും എല്ലാ അനുഗ്രഹങ്ങളും സമൃദ്ധമായി നിങ്ങൾ ഏവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സുഗന്ധവാഹിനി അമ്മേ നിൻ സുതനെ വാഴ്ത്തുന്നു.